ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ കുഞ്ഞിപ്പെണ്ണും ചേട്ടനും കൂടെ രാവിലെ തന്നെ അമ്പലത്തിലോട്ട് പോവാണ്. ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല. ചേട്ടൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുങ്ങി നിൽക്കണം. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ പട്ടുവാടയൊക്കെ ഉടിപ്പിച്ച് ഒരുക്കി കുട്ടപ്പിയാക്കിയിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചിരിപ്പിക്കലിന് ഞങ്ങളിങ്ങനെ കോക്കറിയൊക്കെ കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിലാണ് പോകുന്നത്. അഷ്ടമി ആയതുകൊണ്ട് അവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കെട്ടുത്സവം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലെത്തിയപ്പോൾ ഉരുളിച്ചയും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരെ ചെന്ന് അമ്പലത്തിൽ പോയി തൊഴുതു. ഇത് പ്രധാന വഴിപാടാണ് അവിടുത്തെ. അകത്ത് തൊഴുതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉരുളിച്ച ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഉരുളിച്ച എന്ന് പറഞ്ഞാൽ ഈ ശയന പ്രദക്ഷിണം. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ശയന പ്രദക്ഷിണം. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ കുറച്ച് ആളിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുത്തി ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ കുഞ്ഞിപ്പെണ്ണിനെ കളിപ്പാട്ടം നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുറേ കളിപ്പാട്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് കാറും മറ്റും ഇപ്പോൾ ഓടിക്കാൻ അറിയാത്തത് കൊണ്ട് തൽക്കാലം കാറ് മേടിച്ചില്ല. നമ്മൾ ഈ ഒരു കളിപ്പാട്ടം മേടിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മ പറയ്ക്ക് വേണ്ടി തളിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. നേരെ അടുക്കളയിൽ പോയിട്ട് ഇഡ്ഡലി തിന്നു. ആദ്യം കുഞ്ഞിപ്പെണ്ണിന് കൊടുത്തതിൻ്റെ ബാക്കി ആ പാത്രത്തിൽ തന്നെ ഇഡ്ഡലി ഞാനും അങ്ങ് തിന്നു. ചേട്ടൻ രാവിലെ അങ്ങനെ ഇഡ്ഡലി കാര്യങ്ങളൊന്നും ചേട്ടന് ഇഷ്ടമല്ല. ചേട്ടൻ പഴങ്കഞ്ഞി മീൻകറിയൊക്കെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. അപ്പോൾ അഷ്ടമിയല്ലേ, അപ്പോൾ ഒരു സദ്യയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വന്ന കോലമാണ്. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ ചേട്ടനോട് പറഞ്ഞു ഒരു തേങ്ങ പൊട്ടിച്ചു തരാം. അങ്ങനെ ചേട്ടൻ വലിയ ഫാഷനിലൊക്കെ തേങ്ങ പൊട്ടിക്കുകയാണ്. അങ്ങനെ തേങ്ങാവെള്ളമൊക്കെ കുഞ്ഞിപ്പെണ്ണും ഞാനും കൂടി കുടിച്ച് നേരെ അടുക്കളയിലോട്ട് കയറി. അപ്പോൾ അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും ജോലി ചെയ്ത് ക്ഷീണത്തിലായതുകൊണ്ട് അനിയത്തി കണ്ടറിഞ്ഞങ്ങ് ചെയ്തു. ടാങ്കൊക്കെ കലക്കി കൊണ്ട് തന്നു. അങ്ങനെ നമ്മുടെ പായസമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചേട്ടനും അനിയത്തിയും കൂടെ പോയിട്ട് വാഴയിലയൊക്കെ വെട്ടുകയാണ്. സദ്യ ഉണ്ടാക്കിയല്ലേ, അപ്പോൾ വാഴയില തന്നെ തിന്നുന്നതല്ലേ അതിൻ്റെ ഒരു രസം. അപ്പോൾ എല്ലാം കൊണ്ട് ഇങ്ങനെ നിരത്തി വെച്ച് നമ്മുടെ കുട്ടി ഗണപതിക്ക് കൊടുത്തു. ആളാണെങ്കിൽ ചോറിനോട് എന്തോ വൈരാഗ്യം ഉള്ളതുപോലെ അടിച്ചടിച്ച് ഞാൻ നോക്കിയപ്പോൾ ചോറിനകത്ത് ഇപ്പം കിടക്കുമെന്നുള്ള സ്ഥിതിയായി. അങ്ങനെ പിന്നെ എടുത്ത് അവൾക്ക് വാരിയൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞു പെണ്ണിനെ അമ്മ പിടിച്ചു. അങ്ങനെ ഞാനും ചേട്ടനും അനിയനും അനിയത്തി എല്ലാവരും കൂടി ഇരുന്ന് നല്ലൊരു സദ്യ അങ്ങ് കഴിച്ചു. ലാസ്റ്റ് നമ്മൾ പപ്പടവും സേമിയയും കൂടെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. നമ്മൾ രാവിലെ തൊട്ടേ ഒരുങ്ങിയിരിക്കുകയാണ് പറയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ പറ വന്നത് 8 മണിയായി. 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ 8 മണിയായി വന്നപ്പോഴത്തേക്കും. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ആ സമയത്ത് ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ പറ ഉള്ളത് കൊണ്ട് നമുക്ക് അഷ്ടമിത്സവം ഒന്നും കാണാൻ പോകാൻ പറ്റിയില്ല. എന്നാലും വേണ്ടവില്ല, നല്ലൊരു ദിവസമല്ലേ അഷ്ടമിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പറയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ കളവെഴുത്തൊക്കെ കണ്ടിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഒന്നും ഇങ്ങനെ കളവെഴുതി പറയിടാറില്ല. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്നാണ് പറ വന്നത്. അങ്ങനെ അപ്പോൾ നമ്മളുടെ അഷ്ടമി ദിവസം ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബായ്.